സ്വാഗതം മക്കളെ, ഞാൻ ടീച്ചർ. ചിരിച്ചും ചിന്തിച്ചും പഠിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? പഠിപ്പിക്കാൻ ഞാനും തയ്യാറാണ്. പുതിയ അറിവുകൾ നൽകാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ടീച്ചർ. നമ്മുടെ ക്ലാസ്സിൽ സന്തോഷവും പഠനവും ഒരുമിച്ചിരിക്കുന്നു. അതിനു മുൻപ് ഡോക്ടർ ബിട്ടു എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. ഹായ് കൂട്ടുകാരെ, ഞാൻ ഡോക്ടർ ബിട്ടു. ഇന്ന് ഈ ബിട്ടു ഡോക്ടർക്ക് ഒരു പ്രത്യേകമായ ഒരു കാര്യം പറയാനുണ്ട്. കൂട്ടുകാർ ഇത് എപ്പോഴും മനസ്സിൽ വെക്കുക. കൂട്ടുകാരോട് ആരെങ്കിലും ദേഷ്യം പിടിച്ചാലോ, അടികൂടിയാലോ, കൂട്ടുകാരെ വേദനിപ്പിച്ചാലോ, വേണ്ടാത്ത കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആരെങ്കിലും കൂട്ടുകാരോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവ പെട്ടെന്ന് തന്നെ പോയിട്ട് അമ്മയോട് പറയണം. ആരോട് പറയണം? അമ്മയോട് പറയണം. ഇത് മനസ്സിൽ വെക്കരുതേ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആരോടാണ് പോയി പറയുക? പെട്ടെന്ന് തന്നെ അമ്മയോട് പറയുക. ഇനി അമ്മയില്ല, സ്കൂളുകളിൽ വെച്ചാണ് ഇത് സംഭവിച്ചതെങ്കിലോ, പെട്ടെന്ന് തന്നെ ടീച്ചറോട് പറയുക. ടീച്ചറോടും അമ്മയോടും മാത്രം പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ടീച്ചറാണ് കൂട്ടുകാരോട് ഇങ്ങനെ പ്രവർത്തിച്ചതെങ്കിലോ, വേറെ ടീച്ചറോട് പറയുക. അതിനുശേഷം അമ്മയോട് പറയുക. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ കാര്യം അമ്മയോട് പ്രത്യേകമായി പറയണം. മറന്നു പോവരുതേ, മനസ്സിൽ വെച്ചിട്ട് പറയാതിരിക്കരുതേ. കാരണം ഇത് പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൂട്ടുകാർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ആരു തന്നെ കൂട്ടുകാരോട് എന്തു തന്നെ പ്രവർത്തിച്ചാലും അമ്മയോട് പോയി പറയുക. കാരണം നമ്മുടെ അമ്മ സൂപ്പറാണ്. അമ്മ നമുക്ക് വേണ്ടി പോരാടും. അപ്പോൾ അമ്മയോട് തന്നെ പോയി പറയുക. ഹായ് മക്കളെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ടീച്ചർക്കും സുഖാണ്. ടീച്ചർ ഇന്ന് നിങ്ങളെ കൊണ്ട് കളർ ചെയ്യിപ്പിക്കുന്നതിൽ എൻഗേജ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. സോ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, അപ്പം അതേപോലെ തന്നെ കളറിങ് ഇഷ്ടമാണെന്ന് ടീച്ചർക്ക് മനസ്സിലായി. സോ നമ്മൾ ഇതെന്താണ് ഇവിടെ ഉള്ളത്? കുറച്ച് ക്ലൗഡ്സ് കാണാം അല്ലേ? സോ ക്ലൗഡ്സിന് നമ്മൾ ഏത് കളറാണ് കൊടുക്കുക? ബ്ലൂ കളർ കൊടുത്തു. ആൻഡ് പിന്നെന്തൊക്കെയാ പിക്ചറിലുള്ളത്? ഒരു മല, ഒരു കുന്ന് എന്നൊക്കെ പറയാം, അതുണ്ട്. പിന്നെന്താ ഉള്ളത്? JCB ആണോ ഹിറ്റാച്ചി ആണോ? യെസ്, ഹിറ്റാച്ചി ആണ്. JCB പോലെ തന്നെയുള്ള ഒരു സംഭവമാണ് അല്ലേ? അപ്പോൾ കുന്നിടിക്കാനാണ് ഇവിടെ ഈ സാധനം ഉള്ളത്. അപ്പോൾ പിന്നെ വേറെ എന്താ ഉള്ളത്? കുറച്ച് പുല്ലുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കളർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കുന്നിൻ്റെ ഭാഗത്ത് ഏത് കളറാണ് കൊടുക്കുന്നുള്ളത്? മണ്ണിൻ്റെ കുന്നായിക്കോട്ടെ. അപ്പോൾ നമ്മൾ ബ്രൗൺ കളറിൻ്റെ പ്രത്യേകത മണ്ണിനൊക്കെ കൊടുക്കാൻ പറ്റിയ കളറാണല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പോൾ ഹിറ്റാച്ചിൻ്റെ വീല് ഒഴിവാക്കിയിട്ട് ഹിറ്റാച്ചിൻ്റെ വീല് വരാത്ത സ്ഥലത്തൊക്കെയാണ്, ആ ഒരു മെറ്റാലിക് വീലാണല്ലോ, അതൊന്നും വരാത്തൊരു സ്ഥലത്താണ് നമ്മൾ ബ്രൗൺ കളർ കൊടുത്തോണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ഹിറ്റാച്ചിൻ്റെ ബോഡി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പോർഷൻ, അതായത് ഒരു കുന്ന് ഭാഗം വരുന്നിടത്തൊക്കെ നമ്മൾ ഏത് കളറാണ് കൊടുക്കുന്നുള്ളത്? ബ്രൗൺ കളർ, സോയിൽ കളറാണ്, അതായത് മണ്ണിൻ്റെ കളർ. നമ്മൾ ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്. കണ്ടോ? രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്? യെസ്, ഗുഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല വൃത്തിയിൽ തന്നെ ബ്രൗൺ കളർ കൊടുക്കാൻ പോവാണ്. എല്ലായിടത്തും യൂണിഫോം ആയിട്ട് വേണം കൊടുക്കാൻ. യൂണിഫോം ആയിട്ട് കൊടുക്കാൻ മീൻസ് എല്ലാ ഭാഗത്തും ഈക്വൽ ആയിട്ട് ഒരേപോലെ കൊടുക്കണം. ചില സ്ഥലത്ത് കൂടുതലും ചില സ്ഥലത്ത് കുറവൊന്നും പാടില്ല. എല്ലാ ഭാഗവും കാണുമ്പോൾ ഒരുപോലെ ഇരിക്കണം അല്ലേ? കാരണം അതാണ് ഭംഗി. അല്ലെങ്കിൽ എന്താ, ഒരു കുത്തി വരച്ച പോലെയൊക്കെ ഉണ്ടാവും, വൃത്തികേടായിരിക്കും അല്ലേ? സോ എല്ലാ ഭാഗത്തും നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു പോർഷൻ അപ്പുറത്തുണ്ടല്ലോ ബ്രൗൺ കളർ, അതും കൂടി കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഒരു കുന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ മേഘങ്ങൾ 2 ഉണ്ടായിരുന്നു, ആ 2നും നമ്മൾ ബ്ലൂ കളറും കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഹിറ്റാച്ചി വരയ്ക്കാനുണ്ട്, ഹിറ്റാച്ചിക്ക് കളർ ചെയ്യാനുണ്ട്, അതേപോലെ ഗ്രാസിന് കളർ ചെയ്യാനുണ്ട്. അപ്പോൾ ഗ്രാസ് നമ്മൾ ഗ്രീൻ കളറായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പാർട്ടീഷൻ, ഒരു ലൈനൊക്കെ വെച്ച് നമ്മളൊന്ന് സെറ്റപ്പ് ചെയ്യാണ്. അങ്ങനെ ഗ്രീൻ കളർ നമ്മളിതാ കൊടുക്കുകയാണ്. യെസ്, വെരി ഗുഡ്. ഗ്രീൻ കളർ നമ്മൾ അങ്ങനെ ഗ്രാസിന് എല്ലാ ഭാഗത്തും ഈക്വൽ ആയിട്ട് ഒരേപോലെ കൊടുത്തു.
ഓക്കെ. യെസ്. പിന്നെ നമുക്ക് ഹിറ്റാച്ചിക്ക് ഏതൊക്കെ കളർ കൊടുക്കാം? ഒന്ന് പറ, ഉഷാറായിട്ട് പറയൂ. യെസ്, ഓറഞ്ച് കൊടുക്കാം, യെല്ലോ കൊടുക്കാം, റെഡ് കൊടുക്കാം. യെസ്, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഒക്കെ നമുക്ക് കൊടുക്കാം അല്ലേ? കാരണം എന്താണ്, നമ്മളാണ് ആർട്ടിസ്റ്റ് അല്ലേ? പക്ഷെ വൃത്തികേടായി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ വീലിന് 2 വീൽസ് കണ്ടു. ആ 2 വീലിന് നമ്മൾ ബ്ലാക്ക് കളർ, കറുപ്പ് നിറം കൊടുത്തു. ആൻഡ് അവിടെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് കണ്ടില്ലേ, അവിടെ നമ്മളൊരു ബ്ലാക്ക് കളർ കൊടുത്തു. ഓക്കെ. യെസ്, അങ്ങനെ നമ്മൾ അതിൻ്റെ ആ ടയറിൻ്റെ ആ ഒരു പോർഷൻ, ആ ഒരു മെറ്റാലിക് പോർഷൻ ആണല്ലോ അത്. അപ്പം അവിടെ നമ്മൾ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നുള്ളത്. അങ്ങനെ ആ ഒരു പോർഷൻ മൊത്തം നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തു. ഇനി ഏതൊക്കെയാ പോർഷൻസ് ഉള്ളത്? ഹിറ്റാച്ചിൻ്റെ മേൽഭാഗം മൊത്തം ഉണ്ട്, അവിടെ നമ്മൾ ഓറഞ്ച് കളർ കൊടുക്കുകയാണ്. ഹിറ്റാച്ചിക്ക് നമ്മൾ ഓറഞ്ച് കളറാട്ടോ ഇവിടെ കൊടുക്കുന്നുള്ളത്. ഓറഞ്ച് കളർ കൊടുക്കുമ്പോൾ തന്നെ ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നത് കണ്ടോ? ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് ഓറഞ്ച്. അപ്പം അത് മനസ്സിലായാലും ഒരു എടുപ്പ് കാണിക്കുന്ന ഒരു കളറാണ്. ഓക്കെ, ബാക്കി കളറൊന്നും മോശമെന്ന് ടീച്ചർ പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ ഹിറ്റാച്ചിയുടെ ബോഡി മൊത്തം ഓറഞ്ച് കളർ കൊടുത്തു. പിന്നെ എന്തൊക്കെയാ ഓറഞ്ച് കളർ കൊടുക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ? നമുക്ക് നോക്കാം. പിന്നെ ഹിറ്റാച്ചിയുടെ ജനൽ, വിൻഡോസ് ഒക്കെ കണ്ടോ? അതിന് നമ്മൾ ബ്ലൂ കളർ, കാരണം എന്താ, പുറം കാണുമ്പോൾ നമുക്കൊരു ബ്ലൂ ടച്ച് വരാൻ വേണ്ടിയിട്ടാണ്, ഒരു ഗ്ലാസി എഫക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ബ്ലൂ കളർ നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ബ്ലൂ കളർ കൊടുത്തു. ഇനി എന്താണ്? യെസ്, മണ്ണ് കളക്ട് ചെയ്യുന്ന ഒരു ഭാഗമില്ലേ, അത് വെച്ചിട്ടാണല്ലോ മണ്ണ് മാന്തുന്നത്. ആ ഒരു ഭാഗത്ത് കൊടുക്കാനുണ്ടല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഏത് കളറാ? ഓറഞ്ച് കളർ തന്നെ എടുക്കണോ? നമുക്കൊരു പീച്ച് കളർ കൊണ്ട് താഴത്തെ ഭാഗം നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മുകളിലോട്ട് പോകാം. അപ്പം കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ വിട്ടു പോകാനും ചാൻസ് ഉണ്ട്. സോ വീലിന് താഴെയുള്ള ആ ഒരു ഭാഗം നമ്മൾ പീച്ച് കളർ വെച്ച് കൊടുത്തു. പീച്ച് കളർ വയ്ക്കാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, അതൊന്ന് കുറച്ചുകൂടി അത്ര ഫുള്ള് ബ്ലാക്ക് ആവാണ്ട് നിൽക്കാനാണ് കേട്ടോ. ഫുള്ള് ബ്ലാക്ക് ആയാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ എന്തൊക്കെയായിരുന്നു എന്ന്. സോ JCBൻ്റെ ആ ഒരു കൈഭാഗം എന്ന് പറയാം, ആ ഒരു ഭാഗത്ത് നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തു. ആൻഡ് ആ മണ്ണ് കോരുന്ന ഭാഗം ബാക്കിയുണ്ട്. സോ അവിടെ നമ്മൾ ഏത് കളർ കൊടുക്കും? ഓറഞ്ച് കൊടുത്തൂടെ? ഓറഞ്ച് ആയിരിക്കില്ലേ ഭംഗി? സോ നമ്മൾ ഓറഞ്ച് കളർ എടുത്തു, അവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇതാണ് ഹിറ്റാച്ചിയുടെ ഒരു എൻറ്റയർ ലുക്ക്. അപ്പോൾ ആ പ്ലെയിൻ ആയിട്ടുള്ള ഹിറ്റാച്ചി ഓർമ്മയുണ്ടോ? അത് നമ്മൾ കളർ കൊടുത്തതിന് ശേഷം നോക്കും, നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ? അപ്പം ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഹായ്, ഞാൻ ടീച്ചർ. നമ്മുടെ കുഞ്ഞോമനകൾക്ക് ഇത്തിരി കളികളിലൂടെ ഒത്തിരി അറിവുകൾ പകർന്നു നൽകാൻ ഞാൻ ഇനി തൊട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നന്മയുള്ള മക്കളായി നമ്മുടെ മക്കളെ ഡോക്ടർ ബിട്ടുവിന്റെ സഹായത്തോടു കൂടി വളർത്തിയെടുക്കാം.